കേരളത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ഒത്തിരിയുണ്ട്. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾക്കും ശാന്തമായ കായലുകൾക്കും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കുന്ന സുന്ദര ബീച്ചുകൾക്കും പേരുകേട്ടതാണ്. മൂടൽമഞ്ഞിൽ മൂടപ്പെട്ട കുന്നുകളുടെയും വർണ്ണാഭമായ തേയിലത്തോട്ടങ്ങളുടെയും വലിയ നെൽപ്പാടങ്ങളുടെയും കാഴ്ച ശരിക്കും ആസ്വാദികരമാണ്. എന്നാൽ ഇവിടെ മറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ഗുണനിലവാരം. കേരളത്തിലെ വായു ഗുണനിലവാര സൂചിക AQI ആശങ്കാജനകമായ ഒരു പ്രവണത കാണിക്കുന്നു. അടുത്തിടെ കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങൾ മിതമായ അല്ലെങ്കിൽ മോശമായി കണക്കാക്കപ്പെടുന്ന AQI ലെവലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം മലിനീകരണത്തോട് സംവേദനക്ഷമതയുള്ള ആളുകൾക്ക് വായു അനാരോഗ്യകരമാകാം എന്നാണ്. ചില വലിയ നഗരങ്ങളിലെ പോലെ ഈ ലെവലുകൾ വളരെ മോശമല്ലെങ്കിലും അവ ഇപ്പോഴും ആശങ്കാജനകമാണ്. കനത്ത ഗതാഗതമുള്ള പ്രദേശങ്ങളെ ഇത് പ്രത്യേകിച്ച് ബാധിക്കുന്നു. ആസ്മ അല്ലെങ്കിൽ ഹൃദ്രോഗങ്ങൾ പോലുള്ള ശ്വസന പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് സുഖമായി ജീവിക്കാൻ പ്രയാസമാണ്. AQI ഒരു സംഖ്യ മാത്രമല്ല, വായു നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ഇത് കാണിക്കുന്നു. ലളിതമായ ചുമ മുതൽ ഗുരുതരമായ ശ്വസന പ്രശ്നങ്ങൾ വരെ അനന്തരഫലങ്ങൾ വ്യക്തമാണ്. വർഷം മുഴുവൻ വായുവിൻ്റെ ഗുണനിലവാരം മാറുന്നു, പലപ്പോഴും സീസണുകളെ ആശ്രയിച്ചിരിക്കുന്നു. മൺസൂൺ കാലത്ത് വായു ശുദ്ധീകരിക്കപ്പെടുകയും അത് പുതുമയുള്ളതായി തോന്നുകയും ചെയ്യുന്നു. എന്നാൽ വേനൽക്കാലത്ത്, പ്രത്യേകിച്ച് മാർച്ച് മുതൽ മെയ് വരെ വായുവിൻ്റെ ഗുണനിലവാരം വഷളാകുന്നു. ചൂടും മഴയുടെ അഭാവവും മലിനീകരണം വർദ്ധിക്കാൻ കാരണമാകുന്നു. ഈ മാറ്റം സ്വാഭാവികം മാത്രമല്ല, ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നു. വാഹനങ്ങളുടെ പുറന്തള്ളൽ വായുവിൻ്റെ ഗുണനിലവാരം മോശമാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്. റോഡുകളിൽ, പ്രത്യേകിച്ച് നഗരങ്ങളിൽ കൂടുതൽ കാറുകൾ ഉള്ളതിനാൽ നൈട്രജൻ ഓക്സൈഡുകൾ, ചെറിയ കണികകൾ തുടങ്ങിയ ദോഷകരമായ വസ്തുക്കളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വ്യാവസായിക പ്രവർത്തനങ്ങളും ഈ പ്രശ്നത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു. ഫാക്ടറികളും നിർമ്മാണ സ്ഥലങ്ങളും വിവിധ മലിനീകരണ വസ്തുക്കൾ വായുവിലേക്ക് പുറത്തുവിടുന്നു. കൂടാതെ വരണ്ട സീസണുകളിൽ സമീപ സംസ്ഥാനങ്ങളിൽ വിളമാലിന്യങ്ങൾ കത്തിക്കുന്നത് മലിനീകരണത്തിന് കാരണമാകുന്നു. കൂടാതെ കാറ്റ് ഈ ദോഷകരമായ വസ്തുക്കളെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രകൃതി തത്വവും മനുഷ്യനിർമ്മിതവുമായ ഘടകങ്ങളുടെ മിശ്രിതം നാം ശ്വസിക്കുന്ന വായുവിനെ ഗുരുതരമായ ഒരു പ്രശ്നമാക്കി മാറ്റുന്നു. ഇത് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല, കേരളത്തിൽ താമസിക്കുന്നവരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്നു. കേരളം വായു മലിനീകരണത്തിന്റെ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുമ്പോൾ സാങ്കേതികവിദ്യ പുതിയ പരിഹാരങ്ങൾ നൽകുന്നു. തത്സമയം വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിന് സ്മാർട്ട് സെൻസറുകൾ ഇപ്പോൾ നിർണായകമാണ്. സംസ്ഥാനത്തുടനീളമുള്ള മലിനീകരണ തോത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ അവ നൽകുന്നു. തിരക്കേറിയ നഗരങ്ങൾ മുതൽ ശാന്തമായ പ്രദേശങ്ങൾ വരെ വിവിധ സ്ഥലങ്ങളിൽ ഈ സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് മലിനീകരണ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയാനും വേഗത്തിൽ പ്രതികരിക്കാനും ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. തത്സമയ വായു ഗുണനിലവാര സൂചിക സംവിധാനങ്ങളും നല്ല സ്വാധീനം ചെലുത്തുന്നു. ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും അവ പൗരന്മാരെ വായു ഗുണനിലവാരത്തെക്കുറിച്ച് അറിയിക്കുന്നു. ഇത് ആളുകളെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താൻ അനുവദിക്കുന്നു. ഉദാഹരണത്തിന്, മലിനീകരണ തോത് കൂടുതലായിരിക്കുമ്പോൾ വീടിനുള്ളിൽ തന്നെ തുടരാനോ യാത്ര ചെയ്യുമ്പോൾ വൃത്തിയുള്ള വഴി സ്വീകരിക്കാനോ അവർക്ക് തീരുമാനിക്കാം. കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യങ്ങളിൽ ഒന്നാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി. സാധാരണ ഗ്യാസ് പവർ കാറുകളെ അപേക്ഷിച്ച് ഇവ കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയതിനാൽ സർക്കാർ കൂടുതൽ EVകൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇക്കാരണത്താൽ നഗരങ്ങളിൽ കൂടുതൽ ആളുകൾ ഇലക്ട്രിക് ബസ്സുകൾ, ബൈക്കുകൾ, കാറുകൾ എന്നിവ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ ഈ മാറ്റം സഹായിക്കുന്നു. പ്രത്യേകിച്ച് തിരക്കേറിയ നഗരപ്രദേശങ്ങളിൽ ഗതാഗതം ഒരു വലിയ പ്രശ്നമാകാം. ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും കാലക്രമേണ കേരളത്തിലെ വായു മലിനീകരണം കുറയ്ക്കാൻ ഇതിന് വളരെയധികം സാധ്യതയുണ്ട്. സാങ്കേതിക പുരോഗതിക്ക് പുറമെ കേരളവും ഹരിത പദ്ധതികളിൽ നിന്ന് പ്രയോജനം തേടുന്നു. ഉദാഹരണത്തിന്, നഗരവനവൽക്കരണം അഥവാ അർബൻ ഫോറസ്റ്റേഷൻ അത്തരം സംരംഭങ്ങളിൽ ഒന്നാണ്. റോഡരികിലും പാർക്കുകളിലും മേൽക്കൂരകളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. ദോഷകരമായ മാലിന്യങ്ങൾ ആഗിരണം ചെയ്ത് നമുക്ക് ഓക്സിജൻ നൽകിക്കൊണ്ട് വായു ശുദ്ധീകരിക്കാൻ ഈ മരങ്ങൾ സഹായിക്കുന്നു. കൂടുതൽ സൈക്കിൾ പാതകൾ ചേർക്കുക, കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഉണ്ട്. ഇവ വായു മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉയർച്ചയോടൊപ്പം ഈ ശ്രമങ്ങളെല്ലാം പല നഗരപ്രദേശങ്ങളിലും വായുവിന്റെ ഗുണനിലവാരം പതുക്കെ മെച്ചപ്പെടുത്തുന്നു. ഈ പുതിയ സാങ്കേതിക വിദ്യകളും ഹരിത പദ്ധതികളും സ്വീകരിക്കുന്നതിലൂടെ കേരളം ശുദ്ധവും ആരോഗ്യപരവുമായ ഒരു ഭാവി പ്രതീക്ഷിക്കുന്നു.
വായുവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പൂർണ്ണ നേട്ടങ്ങൾ കാണാൻ കുറച്ച് സമയമെടുത്തേക്കാം. എന്നാൽ ഈ പരിഹാരങ്ങൾക്കായുള്ള തുടർച്ചയായ പിന്തുണയോടെ കേരളത്തിലെ ജനങ്ങൾ ഉടൻ തന്നെ അവർ ശ്വസിക്കുന്ന വായുവിൽ വലിയ വ്യത്യാസം കാണും. കേരളത്തിൽ വായു മലിനീകരണത്തിനെതിരായ പോരാട്ടം സർക്കാരിന്റെയും സാങ്കേതിക വിദ്യയുടെയും മാത്രം ജോലിയല്ല. സാധാരണ ആളുകൾ മുന്നിട്ടിറങ്ങുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നു. സംസ്ഥാനമെമ്പാടും വ്യക്തികളും ഗ്രൂപ്പുകളും മുഴുവൻ സമൂഹങ്ങളും മലിനീകരണം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. യഥാർത്ഥ മാറ്റം സൃഷ്ടിക്കുന്നതിൽ കമ്മ്യൂണിറ്റി ടീം വർക്ക് എത്രത്തോളം ശക്തമാണെന്ന് ഈ പ്രാദേശിക ശ്രമങ്ങൾ കാണിക്കുന്നു. ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ് പ്രാദേശിക പരിസ്ഥിതി ഗ്രൂപ്പുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. വായുവിന്റെ ഗുണനിലവാരം നിരീക്ഷിക്കുന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കമ്മ്യൂണിറ്റി അധിഷ്ഠിത വായു ഗുണനിലവാര സൂചിക നിരീക്ഷണ പദ്ധതികൾ ആരംഭിക്കുന്നതിന് ഈ സംഘടനകൾ ജനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ആളുകൾ അവരുടെ വീടുകളിലും സ്കൂളുകളിലും അയൽപ്പക്കങ്ങളിലും താങ്ങാനാവുന്ന വിലയിലുള്ള സെൻസറുകൾ സ്ഥാപിക്കുന്നു. ഈ വിവരങ്ങൾ ശേഖരിച്ച് പങ്കിടുന്നതിലൂടെ അവർ വായു മലിനീകരണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നു. മോശം വായു ഗുണനിലവാരം നേടുന്ന സ്ഥലങ്ങളിൽ നടപടിയെടുക്കാൻ അധികാരികൾക്ക് ഈ ഡാറ്റ വളരെ സഹായകരമാണ്. കേരളം പോലുള്ള അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനത്ത് പൗരന്മാരുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും കനത്ത ഗതാഗതം തത്സമയം വായു മലിനീകരണം നിരീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കുന്നതിനാൽ സമൂഹങ്ങൾ വായുവിന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല, അവബോധം വളർത്തുന്നതിനുള്ള ക്യാമ്പയിനുകളും ആരംഭിക്കുന്നു. വായു മലിനീകരണത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചും അത് എങ്ങനെ കുറയ്ക്കാമെന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ക്യാമ്പയിനുകൾ. സാധാരണയായി സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന ഈ ശ്രമങ്ങളിൽ ഫ്ലയറുകൾ വിതരണം ചെയ്യുക, വർക്ക്ഷോപ്പുകൾ നടത്തുക, തെരുവ് പ്രകടനങ്ങൾ നടത്തുക എന്നിവ ഉൾപ്പെടുന്നു. കുറച്ച് വാഹനം ഓടിക്കുക, മാലിന്യം കത്തിക്കുന്നത് ഒഴിവാക്കുക, കൂടുതൽ മരങ്ങൾ നടുക തുടങ്ങിയ ലളിതമായ നടപടികൾ സ്വീകരിക്കാൻ അവർ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ വാർത്ത പ്രചരിക്കുക മാത്രമല്ല, ആളുകളിൽ ഉത്തരവാദിത്ത ബോധവും ടീം വർക്കും വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം സമൂഹത്തെയും ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. പുതിയ നയങ്ങളിലും സാങ്കേതിക വിദ്യയിലും സർക്കാർ പ്രവർത്തിക്കുമ്പോൾ പൗരന്മാർ സജീവമായി പങ്കെടുക്കുന്നത് ഈ ശ്രമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഉദാഹരണത്തിന് കേരളത്തിൽ ഇലക്ട്രിക് ബസ്സുകളും പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഓപ്ഷനുകളും പ്രോത്സാഹിപ്പിക്കുമ്പോൾ ബൈക്കുകളും കാർ പൂളുകളും ഉപയോഗിക്കാനുള്ള തദ്ദേശവാസികളുടെ ആവേശം മാറ്റത്തിന് വേഗം കൂട്ടും. സർക്കാരും സമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർ മാറ്റത്തിനായുള്ള ശക്തമായ ഒരു പ്രസ്ഥാനം സൃഷ്ടിക്കുന്നു. ആളുകൾ അവരുടെ വായുവിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുമ്പോൾ അത് മികച്ച പാരിസ്ഥിതിക രീതികൾ, നിയമങ്ങൾ ശക്തമായി നടപ്പാക്കൽ, അവരുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ഉടമസ്ഥതാബോധം എന്നിവയിലേക്ക് നയിക്കുന്നു. വായു മലിനീകരണ പ്രശ്നങ്ങൾ കേരളം തുടർന്നും കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് പൗരന്മാരുടെ സംയുക്ത പരിശ്രമം. വായു ശുദ്ധമാക്കുന്നതിന് വ്യത്യസ്ത നിയമങ്ങളും നയങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് വായു മലിനീകരണം നേരിടാൻ കേരള സർക്കാർ കഠിനമായി പരിശ്രമിക്കുന്നു. വാഹനങ്ങളുടെ എമിഷൻ മാനദണ്ഡങ്ങൾ കർശനമാക്കുക എന്നതാണ് അവർ സ്വീകരിച്ച ഒരു പ്രധാന നടപടി. ഇതിനർത്ഥം കാറുകളും മറ്റു വാഹനങ്ങളും ഉയർന്ന പാരിസ്ഥിതിക ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട്. ഇത് വായുവിലെ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ പോലുള്ള ദോഷകരമായ മലിനീകരണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. പൊതുഗതാഗതത്തിനായി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG പോലുള്ള ശുദ്ധമായ ഇന്ധനങ്ങളുടെ ഉപയോഗവും കേരളം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ബസ്സുകളിൽ നിന്നും ഓട്ടോറിക്ഷകളിൽ നിന്നുമുള്ള എമിഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, പൊതുഗതാഗതം വികസിപ്പിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും റോഡുകളിലെ കാറുകളുടെ എണ്ണം കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് ഗതാഗതത്തിൽ നിന്നുള്ള മലിനീകരണം കുറയ്ക്കുന്നു. ഈ ശ്രമങ്ങൾ മികച്ചതാണെങ്കിലും ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭാവിയിൽ വാഹനങ്ങൾക്കും വ്യവസായങ്ങൾക്കും കൂടുതൽ കർശനമായ എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിലൂടെ കേരളത്തിന് വായു ഗുണനിലവാര മാനേജ്മെന്റ് മെച്ചപ്പെടുത്താൻ കഴിയും. ഫാക്ടറികളിൽ, പ്രത്യേകിച്ച് നിർമ്മാണം, സിമന്റ് തുടങ്ങിയ മലിനീകരണം കൂടുതലായി ഉണ്ടാക്കുന്ന വ്യവസായങ്ങളിൽ കർശനമായ മലിനീകരണ നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കുക എന്നതാണ് ഒരു പ്രധാന ഘട്ടം. ഈ വ്യവസായങ്ങൾ ശുദ്ധമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും കർശനമായ പാരിസ്ഥിതിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നത് സംസ്ഥാനത്തെ മലിനീകരണ തോത് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. പുതിയ നയത്തിനുള്ള മറ്റൊരു ആശയം സുസ്ഥിരമായ രീതികൾക്ക് പ്രോത്സാഹനങ്ങൾ നൽകുക എന്നതാണ്. ഈ പ്രോത്സാഹനങ്ങൾ ആളുകളെയും ബിസിനസ്സുകളെയും ശുദ്ധമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും. ഉദാഹരണത്തിന് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ, ഊർജ്ജ കാര്യക്ഷമമായ ഉപകരണങ്ങൾ, സുസ്ഥിര കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നത് ഗുണം ചെയ്യും. ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് സബ്സിഡികളോ നികുതി ഇളവുകളോ നൽകുന്നത് പരിസ്ഥിതി സൗഹൃദ പരിഹാരങ്ങളിലേക്ക് മാറുന്നത് എല്ലാവർക്കും എളുപ്പമാക്കും. നഗരങ്ങളിലും തിരക്കേറിയ പ്രദേശങ്ങളിലും മലിനീകരണം പരിഹരിക്കാനുള്ള ഒരു മാർഗം മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ്. ഈ വ്യവസായങ്ങൾ പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവർക്ക് പിഴ അടയ്ക്കേണ്ടി വരാം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ ബാധിക്കാത്ത സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരും.
ഇത് നഗരവാസികളെ വളരെയധികം മലിനീകരണത്തിൽ നിന്ന് സുരക്ഷിതമാക്കാൻ സഹായിക്കും. ഈ പുതിയ നിയമങ്ങൾ നന്നായി പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബിസിനസ്സുകളും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാർ ചുമതലയേൽക്കണം. പുതിയതും പരിസ്ഥിതി സൗഹൃദപരവുമായ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്ന് ബിസിനസ്സുകൾക്ക് സഹായിക്കാനാകും. അതേസമയം കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയും. ഈ ശ്രമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കാനും എല്ലാവരെയും ഇതിൽ പങ്കാളികളാകാൻ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് കഴിയും. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കേരളത്തിന് ശുദ്ധവും ആരോഗ്യകരവുമായ ഒരു അന്തരീക്ഷം ലക്ഷ്യമിടാൻ കഴിയും. വായു മെച്ചപ്പെടുമ്പോൾ മലിനീകരണത്തെക്കുറിച്ച് വിഷമിക്കാതെ ആളുകൾക്ക് സംസ്ഥാനത്തെ മനോഹരമായ പ്രകൃതിയെ അഭിനന്ദിക്കാൻ കഴിയും. ഇത് എളുപ്പമായിരിക്കില്ല, പക്ഷേ ടീം വർക്കിലൂടെയും ശക്തമായ നയങ്ങളിലൂടെയും വായു മലിനീകരണത്തിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിന് ഒരു മികച്ച മാതൃക സൃഷ്ടിക്കാൻ കഴിയും. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചു. സാങ്കേതിക വിദ്യ, സമൂഹ പങ്കാളിത്തം, സർക്കാർ നടപടികൾ എന്നിവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കുന്നത് കാണുന്നത് ആവേശകരമാണ്. വായുവിന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെയും അവബോധം പ്രചരിപ്പിക്കുന്നതിലൂടെയും പരിസ്ഥിതി സൗഹൃദ ശീലങ്ങൾ പരിശീലിക്കുന്നതിലൂടെയും പ്രാദേശിക സമൂഹങ്ങളും ഇതിൽ പങ്കാളികളാകുന്നു. ഇത് എല്ലാവരിലും ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു. കർശനമായ എമിഷൻ നിയമങ്ങൾ, ഹരിത പദ്ധതികൾക്കുള്ള പിന്തുണ എന്നിവയിലൂടെ ശുദ്ധവായുവിലേക്ക് കേരളത്തെ നയിക്കുന്ന തരത്തിൽ സർക്കാരും അതിന്റെ പങ്ക് വഹിക്കുന്നു. കേരളത്തിന്റെ വായു ഗുണനിലവാര സൂചിക കൂടുതലും നല്ല അല്ലെങ്കിൽ മിതമായ തലത്തിലായിരിക്കുന്ന ഒരു ഭാവി സങ്കല്പിക്കുക. വായു ശുദ്ധമാണ്. ചുറ്റും പൊങ്ങിക്കിടക്കുന്ന ദോഷകരമായ വസ്തുക്കൾ കുറവാണ്. അപകടകരമായ മലിനീകരണ വസ്തുക്കളിൽ നിന്ന് സുരക്ഷിതരാണെന്ന് അറിഞ്ഞുകൊണ്ട് ആളുകൾക്ക് എളുപ്പത്തിൽ ശ്വസിക്കാൻ കഴിയും. അസുഖം വരുമെന്ന് ആകുലപ്പെടാതെ കുട്ടികൾക്ക് പുറത്ത് കളിക്കുന്നത് ആസ്വദിക്കാം. പ്രായമായവർക്ക് ദുഷിച്ച വായു ശ്വസിക്കാതെ അവരുടെ അയൽപ്പക്കങ്ങളിലൂടെ നടക്കാം. ഊർജ്ജസ്വലമായ സസ്യങ്ങൾ, ആരോഗ്യകരമായ വന്യജീവികൾ, വൃത്തിയുള്ള നദികൾ, കടൽ തീരങ്ങൾ എന്നിവയാൽ പരിസ്ഥിതിയും അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇത് ആളുകൾക്കും പ്രകൃതിക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു യോജിപ്പുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നു. ആരോഗ്യകരവും സുസ്ഥിരവുമായ കേരളം എന്നത് നമുക്ക് ഒരുമിച്ച് നേടാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവരും അവരവരുടെ പങ്ക് നിർവഹിക്കേണ്ടത് പ്രധാനമാണ്. നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ പൊതുഗതാഗതം ഉപയോഗിക്കുക, പരിസ്ഥിതി സൗഹൃദ പദ്ധതികളെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ ശുദ്ധവായു എന്തുകൊണ്ട് പ്രധാനമാണെന്ന് സംസാരിക്കുക എന്നിവയാണ് ഇതിനർത്ഥം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും വ്യത്യാസമുണ്ടാക്കുന്നു. വായു മലിനീകരണത്തിനെതിരെ പോരാടുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനാൽ നമുക്ക് ഒരു നിമിഷം ആഴത്തിൽ ശ്വസിക്കുകയും കേരളത്തെ സുസ്ഥിരതയുടെയും ശുദ്ധവായുവിന്റെയും തിളക്കമുള്ള ഉദാഹരണമാക്കി മാറ്റുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യാം. ഒരു മരം നടുക, ഇലക്ട്രിക് കാർ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മികച്ച പരിസ്ഥിതി നിയമങ്ങൾക്കായി പ്രേരിപ്പിക്കുക തുടങ്ങിയ ഓരോ ചെറിയ പ്രവൃത്തിയും നമ്മുടെ ചുറ്റുമുള്ള മനോഹരമായ പ്രകൃതിയെപ്പോലെ നമ്മുടെ വായു ശുദ്ധമാകുന്ന ഒരു ഭാവിയിലേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കുന്നു. ഒരുമിച്ച് ഭാവി തലമുറകൾക്കായി വൃത്തിയുള്ളതും ഹരിതവുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ കഴിയും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.